നക്ഷത്രക്കൂട്ടവും സൃഷ്ടിതൻ വൈഭവം തീർത്തു ദൈവം. പോരായ്മയായൊരു ഭൂമിയും സൃഷ്ടിച്ചു, അതിനായി ജീവജാലങ്ങളും സൃഷ്ടിച്ചു. സൃഷ്ടിതനുപരിയായി മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യർക്കു രക്ഷയ്ക്കായി സുതനെയും സൃഷ്ടിച്ചു. മനുഷ്യർക്കു രക്ഷയ്ക്കായി സുതനെയും സൃഷ്ടിച്ചു. തന്റെ മകന്റെ അമ്മയായി അത്യന്തം നിർമ്മലയെ പരിശുദ്ധമായ കന്യകമറിയാമിനെ തെരഞ്ഞെടുക്കാൻ ദൈവത്തിന് ഒട്ടും പ്രയാസപ്പെടേണ്ടി വന്നില്ല. പക്ഷേ ആരെയായിരിക്കും തന്റെ അടിമമകന്റെ വളർത്തുപിതാവായി തെരഞ്ഞെടുത്തിട്ടുണ്ടാകുക? ഭൂമി മുഴുവനും ഒരു റൗണ്ട് ഒന്ന് കറക്കി നോക്കി. ഇല്ല, ഒരിടത്തുമില്ല. ഉണ്ടല്ലോ. ഭൂമിയെ മെല്ലെ മെല്ലെ പുറകോട്ട് കറക്കി നോക്കി. അതാ അവിടെ കുറച്ച് താടിയുള്ള ഒരു മനുഷ്യൻ എന്തോ കുത്തിന്ന് ചെയ്യുകയാണ്. നിഷ്കളങ്കനായ ഒരു മരപ്പണിക്കാരൻ, ദാവീദ് വംശത്തിലെ യാക്കോബിന്റെ പുത്രൻ. രാജവംശത്തിലാണെങ്കിലും അതിന്റെ ഒരു അഹങ്കാരമോ ഗർവോ ലേശം പോലും ഇല്ലാത്തവൻ. ജോസഫിന്റെ പേരുള്ള യൗസേഫ്. അതെ, ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേര് നീതിമാനായ കുടുംബ പിതാവ്. മാളോട്ടം താഴ്യാൻ ദാവീദിൻ വംശജൻ, ധർമ്മിഷ്ഠനാണവൻ, ശാന്തശീലൻ. സത്യമാം നീതി തൻ പാതയിലൂടെ ഞാൻ സ്വർഗ്ഗപിതാവായി വീണ്ടെടുത്തു. ലോകനാഥനായി വീണ്ടെടുത്തു. അന്നിച്ചിരി പണി കൂടുതലായിരുന്നു ജോസഫിന്. ആശാരിപ്പണിയല്ലേ, മരമുളം ചുമക്കാൻ ആരുമില്ലാതെ സഹായിക്കാൻ. കുറച്ച് ഭക്ഷണം കഴിഞ്ഞ് കിടന്ന പാടെ പാവം ഉറങ്ങിപ്പോയി. അതാ അദ്ദേഹം കിടന്ന മുറിയിലേക്ക് ഒരു നേർത്ത പ്രകാശം കടന്നു വരുന്നു. ആ ശക്തമായ പ്രകാശം യൗസേഫിന്മേൽ പതിച്ചിരുന്നു. ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ജോസഫ്, ജോസഫ്. ഒരു സ്വപ്നത്തിൽ എന്ന വേണം ദൂതന്റെ സ്വരം അദ്ദേഹം കേട്ടു. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവളും കന്യകയും ദൈവപുത്രനെ ഉദരത്തിൽ വഹിക്കുന്നതുമായ മറിയത്തെ നീ ഭാര്യയായി സ്വീകരിക്കണം. ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കും. ദൂതൻ അപ്രത്യക്ഷനായി. നേരം മെല്ലെ മെല്ലെ വെളുക്കുന്നതേ ഉള്ളൂ. ജോസഫ്, ജോസഫ്, ജോസഫ് ചാടി എഴുന്നേറ്റു. രാത്രി ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതും തന്റെ പേര് ചൊല്ലി വിളിക്കുന്നതും അവന് ഓർമ്മ വന്നു. തന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ വാക്ക് ഞാൻ പാലിക്കേണ്ടവൻ തന്നെ. ഉടൻ തന്നെ ജോസഫ് പുറപ്പെട്ടു. ദൈവത്തിന്റെ അരുമയായി ഉണ്ണിയേശു ഉദരത്തിൽ പെരിടും കന്യക മറിയത്തെ നിർഭയം ഭാര്യയായി ഉൾക്കൊണ്ടു യൗസേഫ് പിതാവുമായി. ദൈവത്തിന്റെ അഭിഷേകം വരദാനമായി. ദൈവത്തിന്റെ അഭിഷേകം വരദാനമായി. നീതിമാൻ എന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആ പിതാവ് അന്നത്തെ യഹൂദ നിയമം അനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ വിവാഹിതരെ പോലെ പരിഗണിക്കപ്പെടും. യൗസേപ്പ് പിതാവുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ മറിയം യൗസേപ്പ് പിതാവിനല്ലാതെ ഗർഭവതി ആയതിനാൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമായിരുന്നു. എന്നാൽ ജോസഫ് മറിയത്തെ കളങ്കപ്പെടുത്തുകയോ അപമാനിക്കുകയോ ചെയ്തില്ല. താൻ മൂലം തന്റെ ജീവിത പങ്കാളിയുടെ ഒരു തുള്ളി കണ്ണുനീർ പോലും ഈ ഭൂമിയിൽ വീഴാൻ അനുവദിക്കുകയില്ല എന്ന സ്നേഹവിദ്യായ പിതാവിന്റെ നിർബന്ധ ബുദ്ധി തന്നെയാണ് ആ കുടുംബത്തെ തിരുക്കുടുംബമായി മാറ്റിയതും യൗസേഫിനെ നീതിമാനാക്കി മാറ്റിയതും. കുടുംബ ചട്ടാണിയാകുന്ന നാദാനി സന്നിധിയിൽ
ചേരുന്നുണ്ട്. ജീവിത